ഓക്കെ, അങ്ങനെ 2026 ഫോർമുല 1 സീസണിലെ ഫസ്റ്റ് റേസ് കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ഈ വർഷത്തെ പുതിയ റെഗുലേഷനെ കുറിച്ച് കുറേ ആളുകൾ ചർച്ച ചെയ്യുന്നതും ബാറ്ററിയുടെ പ്രശ്നങ്ങൾ, കാറിൻ്റെ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ, അതുപോലെ റെഗുലേഷനകത്ത് തന്നെ ഉള്ള കുറേ പ്രശ്നങ്ങളെ പറ്റി ഈ ഫോർമുല 1 റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് വീക്കെൻഡും ഫസ്റ്റ് റേസും കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ ഫസ്റ്റ് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഇഷ്യൂ ആണ്. നിങ്ങൾ റേസ് കണ്ടെങ്കിൽ മനസ്സിലാവും. 5 ലൈറ്റ് പോയി കഴിഞ്ഞ് റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഫ്രാങ്കോ കോളപ്പിൻ്റെ, അതേപോലെ ജോർജ് റസൽ, ചാൾസ് ലെക്ലർക്ക്, ഇതുപോലെ മെയിൻ ഡ്രൈവേഴ്സ് എല്ലാം ഒരു പ്രശ്നം പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവുന്നില്ല. സാധാരണ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഗ്രിഡ് സെറ്റ് ചെയ്യുന്നതിന് ഒരു ഫോർമേഷൻ ലാബ് ഉണ്ട്. ഈ ഫോർമേഷൻ ലാബ് സാധാരണ കഴിഞ്ഞ വർഷമായിരുന്നു നടന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർസ് എല്ലാം കൂളായിട്ട് ഓടി വന്നിട്ട് അവരുടെ ഗ്രിഡ് പൊസിഷന് വന്ന് നിന്ന് ആ ഒരു ഫ്രണ്ടിലെ റെഡ് ലൈറ്റ് 5 എത്തി പോകുമ്പോഴത്തേന് റേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വർഷം തൊട്ട് ഈ ഒരു ബാറ്ററിയും കൂടെ വന്നപ്പോഴത്തേന് ബാറ്ററി റീചാർജ് ആവണം. ബാറ്ററി റീചാർജ് ആയാലേ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റഷുണ്ട്. അപ്പോൾ ആ ഒരു റഷ് കിട്ടണമെങ്കിൽ ഈ വർഷം തൊട്ട് അത് ബാറ്ററിയുടെ പവറും കൂടി ഉപയോഗിക്കും. പക്ഷേ കഴിഞ്ഞ വർഷം വരെ അതില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വരെ അതുമാത്രമല്ല MGU-H എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹീറ്റ് ഹാർവെസ്റ്റിംഗ് കൂടെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ വർഷം തൊട്ട് അതെടുത്ത് മാറ്റിയതുകൊണ്ട് ദേ ഹാവ് ടു കംപ്ലീറ്റ്ലി റിലേ ഓൺ ദ ബാറ്ററി. അപ്പോൾ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസിംഗ് ബുൾസിൻ്റെ ലിയാം ലോസണിൻ്റെ കാരണം അവർ ബാറ്ററി പവർ എക്സ്ട്രാ കിട്ടിയില്ല. അതുകൊണ്ട് ലോസൺ കുറച്ച് സ്ലോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറയുന്ന ഫ്രാങ്കോ കോളപ്പിൻ്റെ, അൽപൈൻ്റെ കോളപ്പിൻ്റെ നല്ല ഫേസിൽ കയറി വരികയും അപ്പോഴത്തേന് ലോസൻ്റെ കാർ പതുക്കെ പോവുക. അപ്പം ഫ്രണ്ടിൽ ലോസൻ്റെ കാറ് പോകുന്നു. ലോസൻ്റെ കാറിൻ്റെ തൊട്ട് പുറകിലൊരു കാറുണ്ട്. അപ്പോൾ ഇത് നിൽക്കുന്നതുകൊണ്ട് പുറയുന്ന വന്ന കോളപ്പിൻ്റെ ലോസൻ്റെ കാറ് കണ്ടില്ല. എന്തോ ഭാഗ്യത്തിന് അടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് വെട്ടിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ താങ്ക്സ് ടു ദ റിഫ്ലക്സ് ഓഫ് ഫോർമുല 1 ഡ്രൈവേഴ്സ് എല്ലാവരും അവിടെ തന്നെ ഒരു ഇടി ഉറപ്പായിരുന്നു. പിന്നെ ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു പ്രശ്നത്തെ പറ്റി ജോർജ് റസലും ചാൾസ് ലെക്ലർക്കും മാക്സും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ കാറിന് ഫസ്റ്റ് റേസ് കൊണ്ടായിരിക്കണം കാർസിന് മിക്കതിനും മെക്കാനിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. നമുക്കറിയാം ക്വാളിഫയേഴ്സിന് മാക്സ് വെർസ്റ്റാപ്പൻ്റെ കാറ് റിയർ ആക്സിൽ ലോക്ക് ആയിട്ടാണ് ക്രാഷ് ആയത്. അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രശ്നം തന്നെ എല്ലാ ടീംസിൻ്റെ കാർസിനും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല റേസിനിടയിൽ ഇന്നലെ ഫോർമേഷൻ ലാബിൽ ഓസ്കർ പേസ്ട്രി ക്രാഷ് ആയതും ഈ ഒരു സെയിം പ്രശ്നം കൊണ്ട് തന്നെയാണ്. പിന്നെ റേസിനിടയിൽ ഐസക് ഹഡ്ജാറിൻ്റെ കാറ് DNF ആയി പോയതും ഇതുപോലൊരു മെക്കാനിക് ഹൈഡ്രോളിക് ഇഷ്യൂ വന്നിട്ടാണ് DNF ആയി പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പുതിയ റെഗുലേഷൻ വന്നപ്പോഴത്തേന് കാറുകൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബാറ്ററിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ DRS ഉണ്ടായിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? സ്ട്രേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ DRS ഓൺ വന്ന് ഡ്രൈവേഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് ഗ്യാപ്പ് വരുമ്പോൾ DRS എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ DRS സോൺസിൽ DRS എനേബിൾ ചെയ്യും. DRS എനേബിൾ ചെയ്യുമ്പോഴത്തേനും DRS ഫ്ലാപ്പ് ഓപ്പൺ ആവുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഡൗൺ ഫോഴ്സ് കുറഞ്ഞിട്ട് എക്സ്ട്രാ സ്പീഡാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ബാറ്ററി റീചാർജ് ആവുന്നത് കാർ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാർസിൻ്റെയൊക്കെ പുറയിൽ റിയർ സ്പോയിലറിലും അതുപോലെ എക്സോസിൻ്റെ അവിടെയായിട്ട് റെഡ് ലൈറ്റ്സ് ഉണ്ട്. എൻ്റെ റിയർ ലാംപ്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം വരെ ഒരു 30 സെക്കൻഡ്സ് വരെയെങ്കിലും ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർസ് വരുമ്പോഴത്തേനും ഒരു 20 സെക്കൻഡിൻ്റെ താഴെ മാത്രമേ ഇത് റെഡ് ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ഈ കാറ് ബാറ്ററി റീചാർജ് ചെയ്യുന്നത്, ബാറ്ററി ഹാർവെസ്റ്റ് ചെയ്യുന്നത് കുറവാണ് മീൻസ് ഈ വർഷം തൊട്ട് ബാറ്ററി ചാർജ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ ഓടി വന്ന് ഒരു ബ്രേക്കിംഗ് ചെയ്യുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന ഒരു കൈനറ്റിക് എനർജിയാണ് ബാറ്ററി റീചാർജ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഇപ്പോൾ വൺസ് ഡിപ്ലോയ് ആയി, അതായത് ബാറ്ററി പവർ ഡ്രൈവർ ഉപയോഗിച്ചു, അതായത് ബൂസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. ഇതല്ലാതെ മറ്റ് ടീംസിൻ്റെ ആസ്റ്റൺ മാർട്ടിൻ്റെ കേസ് ഞാൻ മറ്റേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്റ്റൺ മാർട്ടിനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പുതിയ റെഗുലേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ 2022 ഈ ഗ്രൗണ്ട് എഫക്റ്റ് ഏറ വന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതേപോലെയായിരുന്നു. ആ ഒരു വർഷം ഭയങ്കര കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ 2023 ആയപ്പോഴത്തേന് എല്ലാ ടീംസും അതിനോട് അഡാപ്റ്റായി. അതുപോലെ പുതിയ ടെക്നിക്സ്, അതുപോലെ പുതിയ റിനോവേഷൻസ് കൊണ്ടുവന്നു. അതുപോലെയുള്ളൂ ഈ വർഷവും ഈ ഒരു പുതിയ റെഗുലേഷൻ വന്നപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അടുത്ത വർഷം ചിലപ്പോൾ ടീംസ് പുതിയ റിനോവേഷൻസോ അല്ലെങ്കിൽ ടെക്നിക്സോ ഒക്കെ കൊണ്ടുവന്ന് അത് മറികടക്കും. അത് ക്വയറ്റ് നാച്ചുറലി ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുമാത്രമല്ല ഫോർമുല 1 ഇത്രയും ജീനിയസ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും മാനേജേഴ്സും ആണ് ഉള്ളത്. പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ലൈക്കോ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിഫ്റ്റിംഗ് ആൻഡ് ഗോസ്റ്റിംഗ്. അത് ഈ വർഷം തൊട്ട് ഈ ഒരു പുതിയ 50-50 പവർ ഡെലിവറി വന്നതുകൊണ്ട് ഡ്രൈവേഴ്സ് അഡാപ്റ്റ് ചെയ്യാൻ, അതായത് ബാറ്ററി ഹാർവെസ്റ്റ് ചെയ്യാനും ബാറ്ററി ഡിപ്ലോയ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലിഫ്റ്റിംഗ് ആൻഡ് ഗോസ്റ്റിംഗ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിൻ ചെയ്തേക്കാം.
അപ്പോൾ ഈ ലൈക്ക് ചെയ്ത് കാർ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് എനർജി കൺസേർവ് ചെയ്യുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത് ഈ ഡ്രൈവേഴ്സ് ഇപ്പം സപ്പോസ് ഒരു പേസ് ചെയ്യേണ്ട ഒരു കേസാണ്, പറഞ്ഞാൽ ഒരു ഓവർടേക്ക് ചെയ്യേണ്ട ഒരു കേസാണ്. അപ്പോൾ ആ സമയത്ത് ബാറ്ററി അത്ര ഹാർവസ്റ്റഡ് അല്ല, എന്ന് പറഞ്ഞാൽ ബാറ്ററി അത്ര ചാർജഡ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഒന്നുകൂടി ചിന്തിക്കും. ഇപ്പം ഞാൻ ഈ ഒരു ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ എനിക്കിത് അടുത്ത ലാപ്പിൽ അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി അത്യാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ഡ്രൈവേഴ്സ് അത് കരുതി ഓടിക്കേണ്ടതായിട്ട് വരും. അത് വലിയൊരു ഡ്രോബാക്കാണ്. അതുമല്ല മാക്സ് വെർസ്റ്റാപ്പൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആദ്യമേ പറഞ്ഞു, പുതിയ റെഗുലേഷൻ വന്നപ്പം പുള്ളി ആദ്യമേ പറഞ്ഞു പുതിയ റെഗുലേഷൻ ഫണ്ണല്ല എന്നുണ്ടെങ്കിൽ ഞാൻ F1 വിട്ടുപോകുന്നു. അതുമാത്രമല്ല ഈ ഓസ്ട്രേലിയൻ GP കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ മാക്സ് വെർസ്റ്റാപ്പൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റെഗുലേഷൻ ഒട്ടും ഫണ്ണല്ല, എനിക്കത്ര രസമായിട്ട് തോന്നുന്നില്ല. ഒരു പർട്ടിക്കുലർ റേസിൽ തന്നെ കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ നേടാനൊന്നുമില്ല, എനിക്ക് നേടേണ്ട അത്ര നേടിക്കഴിഞ്ഞാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കലി ഒരു ചേഞ്ച് വരേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള 2 ഡ്രൈവേഴ്സ് വേൾഡ്സ് നമ്പർ 1 ഡ്രൈവറായിട്ട് ലൂയിസ് ഹാമിൽട്ടണും ചാൾസ് ലെക്ലർക്കുമാണ്. ഫോർമുല 1 നിങ്ങൾ എത്ര വർഷമായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു ടീമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെ ഫസ്റ്റ് റേസ് ഓസ്ട്രേലിയൻ GPയിലും ഇതേപോലെ യുവമാർ സ്ട്രാറ്റജി മിസ്റ്റേക്ക് കാണിച്ചിട്ട് മണ്ടത്തരം കാണിച്ചു. ആ സെയിം മിസ്റ്റേക്ക് ഈ ഇന്നലത്തെ റേസിൽ അവന്മാർ കാണിച്ചു. അവിടെ ഫോർമുല 1 കാണുന്ന ഏതൊരാൾക്കും അറിയാവുന്നൊരു കാര്യമാണ്, വെർച്വൽ സേഫ്റ്റി കാർ അല്ലെങ്കിൽ സേഫ്റ്റി കാർ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പിറ്റ് ചെയ്ത് ഡ്രൈവേഴ്സിന് പുതിയ ടേസ്റ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് ഏതൊരു ചെറിയത് ഫോർമുല 1 കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ലൂയിസ് ഹാമിൽട്ടൺ റേഡിയോയിൽ ചോദിക്കുകയും ചെയ്തു, ഞങ്ങളെ ഒരാരെങ്കിലും ഇപ്പം പിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഐസക് ഹഡ്ജർ DNF ആയ സമയത്ത് വെർച്വൽ സേഫ്റ്റി കാർ വന്നു. ആ സമയത്ത് മെഴ്സിഡസിൻ്റെ 2 കാര്യം പിറ്റ് ചെയ്തിട്ട് ഹാർഡ് ടയേഴ്സ് ഇട്ട് പുതിയ സ്ട്രാറ്റജി ഇട്ടിട്ടാണ് ജോർജ് റസലും കിമി ആൻ്റനെല്ലിയും അത്രയും നല്ലൊരുമായിട്ട് പെർഫോം ചെയ്തത്. സംബന്ധിച്ചത് ഇങ്ങനെ വലിയ സ്ട്രാറ്റജി ബിൽഡേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. എങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ലൂയിസ് ഹാമിൽട്ടനാണ്, ചാൾസ് ലെക്ലർക്കുമാണ്. ഇവർ രണ്ടും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി കൊടുത്തൂടെ? അതിന് പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് ആ മാടുകളെ ഇവനെയൊക്കെ ടീം വെച്ചുകൊണ്ടിരിക്കുന്നത്? ലൂയിസ് ഹാമിൽട്ടൺ ഇത്രയും സ്കില്ലായിട്ടുള്ള ഇത്രയും കഴിവുള്ളൊരു ഡ്രൈവർ. അതുമാത്രമല്ല ഡ്രൈവേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഫ്യൂച്ചർ കളയാന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. കാർലോസ് സൈൻസിനെ കൊണ്ടുവന്നു. കാർലോസ് സൈൻസ് നല്ലതായിട്ട് പെർഫോം ചെയ്തിരുന്നു ഫെറാറിയിലുണ്ടായിരുന്നപ്പോൾ. ഫെറാറിയിൽ ഈ ഒരു റീസെൻറ്റ് ടൈംസിൽ ഏറ്റവും അവസാനമായിട്ട് പോഡിയം ഉണ്ടായിരുന്നത് കാർലോസ് സൈൻസിനായിരുന്നു ഇന്നലെ വരെ. അപ്പം ഇന്നലത്തെ റേസ് പോട്ടെ, ഇനിയെങ്കിലും ഫെറാറി പ്ലീസ് നല്ല സ്ട്രാറ്റജി ഇട്ടിട്ട് പ്ലേയേഴ്സിനെ സമയത്ത് കറക്റ്റ് ടൈമിൽ സ്ട്രാറ്റജി കൊടുത്ത് പിറ്റ് ചെയ്ത് ടയേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ മെഴ്സിഡസിനായിട്ട് മുട്ടി നിൽക്കാൻ പോലും പറ്റത്തുള്ളൂ. ഈ വർഷം ഫെറാറിക്ക് ഒരു മെയിൻ ടൈറ്റിലുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മാത്രമുള്ള കരുത്തുള്ളൊരു ടീമാണ് ഫെറാറി. ഐസക് ഹഡ്ജർ DNF ആയിട്ട് വന്ന വെർച്വൽ സേഫ്റ്റി കാറിൻ്റെ സമയത്ത് ഫെറാറി പിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഹാമിൽട്ടനെ അല്ലെങ്കിൽ ലെക്ലർക്കിനെങ്കിലും പിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് P2-ലെങ്കിലും ലെക്ലർക്ക് എത്തിയേനെ. ആ സമയത്ത് ഹാമിൽട്ടനെ പിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഹാമിൽട്ടൺ ഉറപ്പാണ് P1 ജോർജ് റസലിനെ പൂട്ടിയേനെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം ഈ വർഷത്തെ ഫസ്റ്റ് റേസ് കഴിഞ്ഞു. അടുത്ത റേസ് ചൈനീസ് ഗ്രാൻഡ് പ്രി ആണ്. അത് മാർച്ച് 13 തൊട്ട് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 15 റേസ്. അപ്പോൾ ചൈനീസ് ഗ്രാൻഡ് പ്രിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.